ഓം നമോ ഭഗവതി വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 42 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 43-ാമത്തെ ശ്ലോകം നോക്കാം. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. ശൗര്യം, ശൂരത, പരാക്രമം എന്നൊക്കെ അർത്ഥം. തേജഃ, തേജസ്, അതായത് മുന്നേറാനുള്ള കഴിവ്, പ്രാഗൽഭ്യം, കായികബലം, മനോബലം എന്നൊക്കെ അർത്ഥം. ധൃതി, ധൈര്യം, ഉറച്ച മനോനില, നിശ്ചയദാർഢ്യം എന്നൊക്കെ അർത്ഥം. ദാക്ഷ്യം, നൈപുണ്യം അഥവാ സാമർഥ്യം. യുദ്ധേ അപി അപലായനം ച, യുദ്ധത്തിൽ പിന്തിരിഞ്ഞ് ഓടാതിരിക്കൽ, അതായത് ധീരത എന്നർത്ഥം. ദാനം, ദാനശീലം, ഉദാര മനസ്കത. ഈശ്വരഭാവച, എല്ലാത്തിൻ്റെയും രക്ഷകനായിരിക്കുന്ന ഭാവം, രക്ഷിതാവായിരിക്കുക, എല്ലാത്തിൻ്റെയും നാഥനായിരിക്കുക, നേതാവായിരിക്കുക, ഈ നേതൃത്വഗുണം, അതാണ് ഈശ്വരഭാവജ. ഇവ സ്വഭാവജം, സ്വാഭാവികമായ അഥവാ ജന്മസിദ്ധമായ ക്ഷാത്രം കർമ്മ, ക്ഷത്രിയ കർമ്മഗുണങ്ങളാകുന്നു. ക്ഷത്രിയ കർമ്മങ്ങളുടെ അഥവാ ക്ഷത്രിയ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരുടെ അഥവാ ക്ഷത്രിയരുടെ ഗുണവിശേഷങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇത്തരം ഗുണങ്ങളുള്ളവരാണ് ക്ഷത്രിയർ എന്ന് വിശേഷിപ്പിക്കാവുന്നത്. അതായത് ശൗര്യം, ശൂരത, പരാക്രമഭാവം, തേജസ്, എന്തിലും മുന്നേറാനുള്ള കഴിവ്, പ്രാഗൽഭ്യം, അതുപോലെ കായികബലം, മനോബലം, ധൈര്യം, ഉറച്ച മനോനില, നിശ്ചയദാർഢ്യം, നൈപുണ്യം അഥവാ സാമർഥ്യം, എന്തും ചെയ്യുവാനുള്ള സാമർഥ്യം, യുദ്ധരംഗത്തു നിന്നും പിന്തിരിഞ്ഞോടാത്ത അവസ്ഥ, അതായത് ധീരത, ഒന്നിൽ നിന്നും പിന്തിരിഞ്ഞ് ഓടാത്ത അവസ്ഥ. അതുപോലെ ദാനശീലം, ഔദാര്യം, നേതൃത്വഗുണം, എന്തിൻ്റെയും രക്ഷകനായിരിക്കുവാനുള്ള അഥവാ നാഥനായിരിക്കുവാനുള്ള, രക്ഷിതാവായിരിക്കുവാനുള്ള, നേതാവായിരിക്കുവാനുള്ള ആ മനോനില, അതിനുള്ള കഴിവ്, ഇവയെല്ലാം ഒരുവനിൽ സ്വാഭാവികമായി വന്നു ചേരുന്ന, അവൻ്റെ ജന്മസിദ്ധമായി വന്നു ചേരുന്ന, പൂർവ ജന്മ കർമ്മ ഫലമായി വന്നു ചേരുന്ന ക്ഷത്രിയ കർമ്മഗുണങ്ങളാകുന്നു. അപ്പോൾ ഇത്തരം ഗുണങ്ങളോടെ, ഗുണവിശേഷങ്ങളോടെ ജനിക്കുന്നവർ അത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുകയും അതുവഴി അവരെ ക്ഷത്രിയർ എന്ന വിഭാഗത്തിൽ പെടുത്താവുന്നതുമാകുന്നു. എന്തിനേയും ധീരമായി നേരിടാനുള്ള കഴിവ്, അതാണ് പരാക്രമം എന്ന് പറയുന്നത്. മുന്നേറുവാനുള്ള കഴിവ്, എന്ത് കാര്യത്തിലും മുന്നേറുവാനുള്ള കഴിവ്. കായികമായ ബലം, മാനസികമായ ബലം, ദൃഢനിശ്ചയം, ഉറച്ച മനോനില, സാമർഥ്യം, ഒരു കാര്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ഓടാതിരിക്കൽ, ഭയപ്പെട്ട് പിന്തിരിഞ്ഞ് ഓടാതിരിക്കൽ, അതായത് ധീരത. ദാനശീലം, തന്നെ ആശ്രയിക്കുന്നവരെ സംരക്ഷിക്കുവാനുള്ള, അവരെ നിയന്ത്രിക്കുവാനുള്ള
അവരെ നയിക്കുവാനുള്ള നേതൃഗുണം, ഇവയെല്ലാം സ്വാഭാവികമായ ക്ഷത്രിയ കർമ്മ ഗുണങ്ങളാകുന്നു. ഇത്തരം ഗുണങ്ങളുള്ളവരാണ് ക്ഷത്രിയർ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരായിട്ടുള്ളവർ. അങ്ങനെയുള്ളവർ ഏർപ്പെടുന്ന കർമ്മങ്ങളും അത്തരത്തിലുള്ളവയായിരിക്കും. ഈ ഗുണങ്ങളെല്ലാം പൂർവജന്മങ്ങളിൽ സ്വയാർജിതമായവയാണ്. ഏതെങ്കിലും ജന്മം കൊണ്ട് ലഭിക്കുന്നതല്ലാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷത്രിയ കുലത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് അയാളെ ക്ഷത്രിയനായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. പിന്നെയോ അയാളിൽ ആ ക്ഷത്രിയ ഗുണങ്ങൾ, ക്ഷാത്ര ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ആ ഗുണങ്ങൾ അയാളുടെ പൂർവജന്മാർജിതമായ കർമ്മങ്ങളിൽ നിന്നും ഉണ്ടായതാണ്, സ്വാഭാവികമായി ഉള്ള ഗുണങ്ങളാണ്. അതുകൊണ്ട് ക്ഷത്രിയ കുലത്തിൽ ജനിച്ചു എന്നുകൊണ്ട് മാത്രം ക്ഷത്രിയ ഗുണമുള്ളവനാകണമെന്നില്ല. അവനിൽ ജന്മനാ സ്വാഭാവികമായുള്ള ഈ ഗുണവിശേഷങ്ങളാണ് അവൻ്റെ കർമ്മമേഖല ഏതാണ് എന്ന് നിശ്ചയിക്കുന്നത്. അത്തരം കർമ്മങ്ങളിലായിരിക്കും അയാൾ ഏർപ്പെടുക. ആ കർമ്മങ്ങളും ഈ ഗുണങ്ങളുമാണ് ഒരുവനെ ക്ഷത്രിയനാക്കുന്നത്. അഥവാ അങ്ങനെയുള്ളവരെയാണ് ക്ഷത്രിയർ എന്ന് വിളിക്കപ്പെടാവുന്നത്. പൂർവജന്മ കർമ്മഫലങ്ങളുടെയും വാസനകളുടെയും ഫലമായിട്ടാണ് അത് സംഭവിക്കുക. അതിൻ്റെ ഫലമായിട്ട് അതിനനുകൂലമായ സാഹചര്യത്തിൽ വന്ന് പിറക്കുന്നതും ഈ കാരണങ്ങൾ കൊണ്ടാണ്. അയാൾ വന്ന് പിറക്കുന്നതും അതിനനുകൂലമായ ഒരവസ്ഥയിലായിരിക്കും അത്തരം കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിനുള്ള. അപ്പോൾ അത്തരത്തിലുള്ള ഗുണവിശേഷങ്ങളും അത്തരത്തിലുള്ള കർമ്മമേഖല തിരഞ്ഞെടുക്കുന്നവരെയും ക്ഷത്രിയർ എന്ന് വിളിക്കാം. ഇപ്പോൾ ആധുനിക കാലത്താണെങ്കിൽ നമ്മുടെ സൈനിക മേധാവികൾ, പോലീസ് മേധാവികൾ, നമ്മുടെ ഭരണാധികാരികൾ, ഇവരെയെല്ലാം നമുക്ക് ക്ഷത്രിയർ എന്ന് വിളിക്കാം. കാരണം അവരിൽ ഈ രജോ ഗുണപ്രധാനം ആയിട്ടുള്ള ഗുണവിശേഷമാണുള്ളത്. രജോ ഗുണം കൂടുതൽ ഉള്ളവരിലാണ് ഇത്തരം ഗുണവിശേഷങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള കർമ്മമേഖലകൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഇക്കൂട്ടരെ നമുക്ക് ഇന്നത്തെ കാലത്ത് ക്ഷത്രിയർ എന്ന വിഭാഗത്തിൽ പെടുത്താം. പൗരാണിക കാലത്ത് അത്തരത്തിലുള്ള വിഭജനമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ളവരെയായിരുന്നു ക്ഷത്രിയർ എന്ന് വിളിച്ചിരുന്നത്. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.